പ്രതിപക്ഷ ഉപനേതൃപദവിയിലെ തർക്കത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ സിപിഐ പിണറായിയുടെ പ്രസ്താവന മുന്നണി മര്യാദകളുടെ ലംഘനവും ധാർമ്മികതയില്ലാത്തതുമെന്ന് മുഖപത്രം ജനയുഗത്തിൽ ലേഖനം. എല്ലാം താനാണ് എന്ന ഭാവം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് യോജിച്ചതല്ല. പിണറായിയുടെ പ്രസ്താവന ഇടതുപക്ഷത്തിന് യോജിക്കുന്നതല്ലെന്നും സത്യൻ മൊകേരിയുടെ ലേഖനത്തിൽ വിമർശനം. അർജുൻ രാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, കഴിഞ്ഞ ദിവസം തന്നെ ബിനോയ് വിശ്വം അദ്ദേഹത്തിന് ഏറ്റവും നിശിതമായി തന്നെ ഒരു വിമർശനം ഉന്നയിച്ചതാണ്. അത് പിണറായിയുടെ പ്രസ്താവന എന്നുള്ളത് അദ്ദേഹം വഹിക്കുന്ന പദവിക്കും രാഷ്ട്രീയ പക്വതയ്ക്കും ചേർന്നതല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇപ്പോൾ അതിലും വലിയ വിമർശനമാണല്ലോ നിലവിൽ ഈ ജനയുഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതൊരു താനാണ് എല്ലാം എന്നുള്ളൊരു ഭാവം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് യോജിച്ചതല്ല എന്നാണല്ലോ പറയുന്നത്. എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്? ശ്യാമിലി, സിപിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് സത്യൻ മൊകേരി. സത്യൻ മൊകേരിയുടെ ഭാഗത്തു നിന്ന് പിണറായിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നേരത്തെ ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ സംബന്ധിച്ച് ഒരു ചർച്ച ഇപ്പോഴും സിപിഐ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആ ചർച്ചയെ പോലും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതീക്ഷയെ പോലും അസ്ഥാനത്താക്കുന്നതായിരുന്നു പിണറായി വിജയന്റെ പ്രസ്താവന. ഒരു CPM-കാരൻ തന്നെ ആ പദവിയിലേക്ക് എത്തും, തനിക്കൊരു കത്ത് നൽകേണ്ട സാവകാശമേ അതിനുള്ളൂ എന്നുള്ളതാണ് പിണറായി വിജയൻ പറഞ്ഞത്. ശ്യാമിലി പറഞ്ഞതുപോലെ തന്നെ അതിനെതിരെ ബിനോയ് വിശ്വം രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചു. രാഷ്ട്രീയ മര്യാദ കാണിക്കണം, അദ്ദേഹത്തിന്റെ പദവിക്ക് നിരക്കാത്ത പരാമർശമാണ് പിണറായി നടത്തിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. കുറെ കൂടി കടുപ്പിക്കുകയാണ് സത്യൻ മൊകേരി. മുന്നണി മര്യാദകളുടെ ലംഘനവും ധാർമ്മികത ഇല്ലായ്മയുമാണ് പിണറായിയുടെ പ്രസ്താവന എന്ന് കുറ്റപ്പെടുത്തുന്നു. താനാണെന്ന ഭാവം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് യോജിച്ചതല്ല. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ പിണറായിയുടെ പ്രസ്താവന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിണറായി ഇങ്ങനൊരു പ്രസ്താവന നടത്തിയത്. പ്രതിപക്ഷ നേതാവിന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നതല്ല ഈ പദവി. പിണറായിയുടെ പ്രസ്താവന LDF-നെ ദുർബലപ്പെടുത്താൻ ഉതകുന്നതാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് രൂക്ഷമായിട്ടുള്ള വിമർശനം പിണറായിക്കെതിരെ ഉന്നയിക്കുന്നു. ശരി, അർജുൻ രാജാണ് വിവരങ്ങൾ നൽകിയത്.